നീലക്കടലായി തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം, ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുള്ള അല്ലെങ്കിൽ വലിയ സപ്പോർട്ടുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് നീല ജേഴ്സി അണിഞ്ഞ ആരാധകരെ കാണാം. സ്റ്റേഡിയത്തിലേക്ക് നോക്കിയ ഒരു 80% ഇന്ത്യൻ പിന്തുണയുള്ള ആരാധകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം ബാറ്റിംഗ് ലഭിച്ച, ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാൻ തുടക്കത്തിൽ ഒരു 3-ാം വിക്കറ്റ് വരെ വലിയ ശക്തമായിട്ടുള്ള ഒരു നിലയിൽ ഉറപ്പിച്ച് 3-ാം വിക്കറ്റ് കൂട്ടുകെട്ട് തകർന്നപ്പോഴാണ് പാകിസ്ഥാൻ പിന്നീട് ഒന്നൊന്നായി താഴേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു കരുത്ത് ചോർത്തു പോകുന്ന വിധത്തിലുള്ള പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുള്ള സ്റ്റേഡിയത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ ജയിച്ച് സെമിയിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ. നേരെ മറിച്ച് പാകിസ്ഥാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സെമി സാധ്യത വീണ്ടും മങ്ങലേൽക്കുന്നതാണ്. വലിയ പ്രതീക്ഷയിൽ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്ത്യ സെമിയിലും ഫൈനലിലും എത്തിയാൽ ഇതേ സ്റ്റേഡിയത്തിലായിരിക്കും ഫൈനൽ പോരാട്ടം നടക്കുക. 30,000-ഓളം പേർക്ക് ശേഷിയുള്ള ഈ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 35,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. വലിയ പ്രവാഹം, ആരാധകരുടെ പ്രവാഹം രാവിലെ മുതൽ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണത്തിൽ ആണ് ഇപ്പോൾ മത്സരം ഇവിടെ നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമായതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത, സ്ഥിരവൈരികളുടെ പോരാട്ടത്തിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മത്സരം അതിൻ്റെ മാത്രമല്ല, ഇനി രണ്ടാമത്തെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിച്ചാണ്. അത് അല്പം നനവാർന്നിട്ടുള്ള പിച്ചായിരിക്കും, അല്പം വെറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ലോ ബോളിംഗ് ആയിരിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ എത്ര റൺസ് നേടിയെടുക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നിർണായകവുമായിരിക്കും. വലിയ ആവേശത്തോടു കൂടി ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നു ഒരു മധുരമുള്ള വിജയത്തിന് വേണ്ടി. സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിവിറ്റം, മാതൃഭൂമി.